അസാധാരണ വാർത്താ സമ്മേളനം നടത്തി മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നതിൽ പ്രതിഷേധമറിയിച്ച് ശിവഗിരി മഠം. മൂന്ന് മുന്നണികളും പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു. ഈഴവർക്കും വിശ്വകർമ്മയ്ക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകണമെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. ശിവഗിരി സന്ദർശിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നാക്ക പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നേതാക്കൾ പാലിക്കുമോ എന്ന് നോക്കാം. CPM-ലും പിന്നാക്ക പ്രാതിനിധ്യം കുറവാണെന്ന് പറഞ്ഞ സച്ചിദാനന്ദ BJP-യിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് 2-3 നേതാക്കളാണ് ആകെയുള്ളതെന്നും വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മൂന്ന് മുന്നണികൾക്കും മുന്നറിയിപ്പുമായാണ് ശിവഗിരി മഠം രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ കോൺഗ്രസിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ശിവഗിരി മഠത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി കഴിഞ്ഞയാഴ്ച ശിവഗിരി മഠം സന്ദർശിച്ചപ്പോൾ 18 സീറ്റുകളിൽ, വർക്കല അടക്കമുള്ള 18 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിലയിടങ്ങളിൽ പേരും ചിലയിടങ്ങളിൽ സമുദായത്തിലെ സ്ഥാനാർത്ഥികളെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 18 സീറ്റുകളുടെ കാര്യം രാഹുൽ ഗാന്ധിക്ക് നിവേദനമായി നൽകിയിരുന്നു. നിരന്തരം സമുദായത്തിലുള്ളവരുടെ പരാതികൾ കേട്ട് മടുത്താണ്, സഹികെട്ടാണ് ഇത്തരമൊരു നിവേദനം നൽകിയതെന്നാണ് ശിവഗിരി മഠം അധ്യക്ഷൻ സച്ചിദാനന്ദ വ്യക്തമാക്കുന്നത്. ഇതിൽ തീരുമാനമുണ്ടായാൽ കടുത്ത നടപടി, ഇതിന്റെ തിക്തഫലം മുന്നണികൾ അനുഭവിക്കേണ്ടി വരും. കോൺഗ്രസിനെ പൊതുവിൽ പറയുമ്പോഴും CPM-ൽ നിന്നും മതിയായ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ പോലും 10 മന്ത്രിമാർ മറ്റൊരു സമുദായത്തിലുള്ള ആളുകളാണ്. മതിയായ പ്രാതിനിധ്യം അവിടെ ലഭിക്കുന്നില്ല. ചിലയിടങ്ങളിലെങ്കിലും അവർ ഈ പരാതികൾ വർക്കല MLA ജോയിയുടെ അടക്കം പേര് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളിൽ ഇടപെടൽ നടത്താനും അത് പരിഹരിക്കാനും ശ്രമം നടത്തുന്നുണ്ട് CPM എന്ന് പറയുന്നു. എന്നാൽ BJP-യെ പൂർണ്ണമായും തള്ളുകയാണ് ശിവഗിരി മഠം ചെയ്യുന്നത്. BJP-യുടെ 2-3 നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്നു ഈഴവ പ്രാതിനിധ്യം എന്ന പരാതിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും മൂന്ന് മുന്നണികൾക്കും ശക്തമായ മുന്നറിയിപ്പ്. കോൺഗ്രസ് ആവശ്യപ്പെട്ട പ്രകാരമുള്ള സീറ്റുകളിൽ ആളുകൾ നിർത്തിയില്ലെങ്കിൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ശിവഗിരി മഠം നൽകുന്നത്. ഞങ്ങൾക്ക് പ്രതിയായ പ്രാതിനിധ്യം ലഭിക്കില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളത് കേട്ട് മടുത്തു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് തീരുമാനിക്കുകയാണ്. ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ ബിഷപ്പുമാരും അച്ഛന്മാരും, അതുപോലെ ഇസ്ലാം ജനവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ അതുപോലെ ആ സമൂഹത്തിലുള്ള നേതാക്കന്മാരുമൊക്കെ ശ്രമിക്കുമ്പോൾ ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ ആരുമില്ലാത്ത ഒരു പരിതസ്ഥിതിയാണ് എന്ന് എല്ലാവരും ഒരുപോലെ പറയുകയുണ്ടായി. ശിവഗിരി മഠമെങ്കിലും അതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് പല ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായമുണ്ടായപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സുസൂക്ഷ്മമായി പഠിക്കുകയാണ്. എന്നാൽ ഈഴവ സമുദായത്തിന് വേണ്ടി മാത്രമല്ല ശിവഗിരി മഠം ഈ നിലപാടെടുക്കുന്നത് കൂടി ശ്രദ്ധേയമാണ്. വിശ്വകർമ്മജരും അതുപോലെ തന്നെ SC/ST സമുദായം അടക്കമുള്ളവർക്ക് മുന്നോട്ട് വരാനുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശിവഗിരി മഠം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മുന്നണികളുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവസങ്ങൾക്കുള്ളിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനിരിക്കുന്നു. മഠം ആവശ്യപ്പെട്ടതിൽ പ്രകാരമുള്ള പട്ടികയിൽ ആളുകൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ എതിർ പ്രചരണത്തിനും അതുപോലെ തന്നെ വോട്ടിനെ സ്വാധീനിക്കാവുന്ന ഇടപെടലുകളിലേക്കും ശിവഗിരി മഠം കടക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.